വിജയവഴിയിൽ തിരിച്ചെത്താനായി വയനാട് യുണൈറ്റഡും വിജയം അതുപോലെ തന്നെ ആവർത്തിക്കാൻ ഗോൾഡൻ ത്രെഡ്സ് FC ഇവിടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് വീണ്ടും മറ്റൊരു മത്സരത്തിനായി എത്തിച്ചേരുകയാണ്. വയനാടിന്റെ ടച്ചോടുകൂടി മത്സരമായി 9ാം സ്ഥാനത്താണ് വയനാടുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മത്സരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വിത്ത് 9 പോയിന്റ്സ് അവർക്ക് 4ാം സ്ഥാനത്തേക്കെങ്കിലും കടന്നു കയറാം, 4th പൊസിഷനിലേക്ക്. ഒരു പോയിന്റ് പട്ടികയിലെ നിലവാരം അതാണ്. എന്തായാലും അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അരുൺലാൽ ആണ് ബോളുമായി. റൈറ്റ് വിങ്ങിൽ നിന്ന് അരുൺലാൽ അത് കട്ട് ബാക്ക് പാസ് ആക്കി മാറ്റുന്നു ഇൻസൈഡിലേക്ക്. അമീൻ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സലന്റ് ഫിനിഷ്. വാട്ട് ആൻ എക്സലന്റ് ഫിനിഷ് there from that man. വയനാട് യുണൈറ്റഡിന്റെ വിജയശില്പി ആര് എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു മറുപടിയില്ല, ശ്രീനാഥ് അല്ലാതെ മറ്റാര് എന്ന് വീണ്ടും പറയേണ്ടി വരികയാണ്. ഇതായിരുന്നു ഇൻസൈഡിലേക്ക് കൊടുത്ത ആ ഒരു ബോള്. അരുൺലാലിന്റെ ആ ഒരു ബ്രില്യൻസ് കാണുക. ഇൻസൈഡിലേക്ക് ഒരു ക്രോസ് ആക്കി മാറ്റാമായിരുന്ന ബോളിനെ കൃത്യമായി ആ ഒരു താരത്തെ കണ്ടുപിടിച്ച് അമീനിലേക്ക് കൊടുത്ത് അമീനിൽ നിന്ന് നല്ലൊരു ചിപ്പ് ഡെലിവറി ഇൻസൈഡ് ദി പെനാൽറ്റി ഏരിയയിലേക്ക് ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടി തുറന്നെടുക്കുന്നു. 26ാമത് മിനിറ്റിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും അരുൺ. ഫസ്റ്റ് ടച്ച് ചെറുതായൊന്ന് മിസ്സാവുന്നു, പക്ഷെ വീണ്ടും ഓവർലാപ്പ് ചെയ്ത് മുന്നിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി വീണ്ടും അതിനെ തുറന്നെടുക്കുകയാണ്. ശ്രീനാഥ് അവിടെ ഓഫ് സൈഡ് പൊസിഷനിലാണ്. ക്രോസ് കംസ് ഇൻ, യെറ്റ് അനദർ ബോൾ, ഗുഡ് ഓപ്പർച്യൂണിറ്റി വീണ്ടും, പക്ഷെ നല്ലൊരു സേവ് ഇത്തവണ ഇൻസൈഡ് ദ പെനാൽറ്റി ഏരിയ. എന്തായാലും ഇത്തവണ ഗോൾഡൻ ത്രെഡ്സ് അങ്ങനെ അങ്ങ് പതറിപ്പോകുന്നില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസൈഡിലേക്ക് കൊടുത്തത്. അമീൻ ടു ഫ്രീ കിക്ക് ഇൻകമിങ്. സൈഡിലേക്കുള്ള ഡെലിവറിയാണ് ആൻഡ് പെനട്രേറ്റ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഒരു സ്ലൈറ്റ് ടച്ചിൽ മനോബിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ അവസാനിപ്പിച്ച് കളഞ്ഞത്. വളരെ ക്ലവറായി തന്നെയാണ് ആ ഒരു ഷോട്ട് തൊടുത്തു വിട്ടത്. നോക്കുക, 1ാം പകുതി അവസാനിക്കുന്നു. ഒരേ ഒരു ഗോൾ മാത്രം പിറന്നൊരു 1ാം പകുതിക്ക് ശേഷം ഹാപ്പി ഫേസസുമായി തിരിച്ച് ഡഗൌട്ടിലേക്ക് തിരിച്ചു കയറുന്നത്, ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു കയറുന്നത് വയനാട് യുണൈറ്റഡ് FC ആണ്. ലോങ് ബോൾ, 6 യാർഡ് ഏരിയയ്ക്ക് അകത്ത് നിന്ന് ആ ഒരു 18 യാർഡ് ഏരിയയ്ക്ക് തൊട്ട് പുറത്ത് നിന്ന് ഇൻസൈഡിലേക്ക് ഓടി ഒടുവിൽ ഒരു പെനാൽറ്റി അവിടെ വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആഘോഷം കാണാം. ഉയരെ ഉയരെ വയനാട്. വീണ്ടും അരുൺലാലിന്റെ കിക്കോടുകൂടി ഒരു ഗോളോടുകൂടി മത്സരത്തിൽ 2-0 എന്ന സ്കോർ നിലയിലേക്ക് വീണ്ടും വയനാടിന്റെ ചുണക്കുട്ടികൾ എത്തുകയാണ്. അരുൺലാൽ സ്കോറിംഗ് ദയർ സെക്കൻഡ് ഗോൾ. മത്സരത്തിന്റെ വിജയശില്പികളായി നേരത്തെ ആ ഒരു ശ്രീനാഥിന്റെ ഗോളിന് വഴിയൊരുക്കിയതും അരുൺലാൽ തന്നെയായിരുന്നു, പ്രീ അസിസ്റ്റ് നൽകിയതും. അതിനുശേഷം ഒരു പെനാൽറ്റി കിക്ക് വീണ് കിട്ടുന്നു. ശ്രീനാഥ് ഒരു പെനാൽറ്റി രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിന് കൃത്യമായി ഒരു വഴി കാണിച്ചു കൊടുത്ത അരുൺലാൽ അത് വലയ്ക്കകത്തേക്ക് എത്തിക്കുന്നു. ആൻഡ് ഇറ്റ്സ് വയനാട് യുണൈറ്റഡ് FC 2 ഗോൾഡൻ ത്രെഡ്സ് FC 0 റൈറ്റ് നൗ. ട്രിപ്പിൾ പാസ് ഓൾ ദി കീപ്പേഴ്സ്. ഗോൾഡൻ ത്രെഡ്സ് മടങ്ങി എത്തുന്നു. ഒരു കംബാക്ക് ആണ് ഗോൾഡൻ ത്രെഡ്സിന്റെ ഭാഗത്ത് നിന്ന്. ഒരു ഗോൾ കൃത്യമായി വീണ് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കി തന്നെ അവർ സ്കോർ ചെയ്യുന്നു. ആൻഡ് 2-നെതിരെ 1 ഗോളിന് അവർ കറന്റ്ലി ഈ മത്സരത്തിൽ ജീവനുണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ്. നോക്കുക, ഗോൾ കീപ്പർ അകത്തേക്കൊന്ന് വീഴുന്നു ആൻഡ് ആ വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി സാലനസ് വലയ്ക്കകത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ഗോൾഡൻ ത്രെഡ്സ് ഡയഗണൽ ബോൾ, ഫൈനൽ വിസൽ ആൻഡ് ഫുൾ ടൈം. ഇറ്റ്സ് ഫുൾ ടൈം ഹിയർ അറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം. And it's Wayanad United FC 2 and Golden Threads FC 1.